ഹായ് മക്കളെ, നമുക്ക് പുതിയ കെമിസ്ട്രി ടെക്സ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ? 2026 കെമിസ്ട്രി ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. പാർട്ട് 1-ൽ ആകെ 4 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ പരിചയപ്പെടാം. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമർസം, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമർസവും. കഴിഞ്ഞ 10-ലെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സാണ് ഈ വർഷം 1-2 പാഠങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 9-ലെ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പാഠം. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്നാണ് പാഠത്തിൻ്റെ പേര്. പേര് പോലെ തന്നെ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനത്തെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, അഥവാ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. പേരിൽ ഉള്ളതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ, അതുപോലെ സബ്ഷെല്ല്, ക്വാണ്ടം നമ്പേഴ്സ്, ഇവയൊക്കെയാണ് ഇതിലെ വിഷയങ്ങൾ. ഇനി നമുക്ക് നാലാമത്തെ ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും ആണ് ഈ പാഠത്തിൻ്റെ പേര്. ഇതിൻ്റെ അകത്ത് ഗ്യാസ് ലോസുകളെ പറ്റിയാണ് കൂടുതലും പറയുന്നത്. ചാൾസ് ലോ, മോൾ കൺസെപ്റ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായും പ്രതിപാദിക്കുന്നത്. ഗ്യാസ് ലോസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തതിനേക്കാട്ടിലും കുറച്ചും കൂടി ടഫാണ് ഈ വർഷത്തെ പാഠഭാഗങ്ങൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രോപ്പറായി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ അതാത് ദിവസത്തെ പാഠഭാഗങ്ങൾ അതാത് ദിവസം തന്നെ പഠിക്കാൻ ശ്രമിക്കുക, ചിട്ടയായി പഠിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.